രണ്ടാം പാട്ടായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഒന്നാം പാട്ട് കാണാത്ത ആൾക്കാർ തീർച്ചയായും ഒന്നാം പാട്ട് കണ്ടിട്ടേ ഉള്ളൂ ഇത് കാണാവുള്ളൂ. അപ്പം ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ കടയിലോട്ട് പോയി ഞങ്ങൾ മിഠായി മേടിക്കാൻ. എനിക്ക് വേണ്ടി ഒരു മിഠായി മേടിച്ചേക്കാമെന്ന് ഓർത്ത് മിഠായി മേടിക്കാൻ പോയി. കുറേ പലഹാരങ്ങളുണ്ട്. എൻ്റെ അമ്മയാണ് പൈസ കൊടുക്കുന്നത്. എൻ്റെ ചേട്ടനും അമ്മയും ഞാനും ആണ് മിഠായി മേടിക്കാൻ പോയത്. എൻ്റെ അമ്മമ്മയും എൻ്റെ ഏച്ചിയും അമ്പലത്തിൽ കയറിയേക്കുമായിരുന്നു. അപ്പം പോപ്കോണൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ കോളിഫ്ലവറാണ് ഞങ്ങൾ മേടിക്കാൻ പോയത്. പിന്നെ ഒരു ചേട്ടൻ, ഇതാണ് തമാശ, ഒരു ചേട്ടൻ ഞങ്ങൾക്ക് യോഗ കാണിക്കുകയായിരുന്നു. ഞങ്ങൾ മേടിച്ചു ഒരു കോളിഫ്ലവർ മേടിച്ചു. നല്ല രുചിയായിരുന്നു. ഞാനും കഴിച്ചു, എൻ്റെ അമ്മയും കഴിച്ചു. ഞാനാണിത്, എൻ്റെ ഏട്ടയാണിത്. പിന്നെ കുറേ ബംഗാളികൾ ബലൂൺസൊക്കെ ഇങ്ങനെ ലവ് ഹാർട്ടിൻ്റെ ഒക്കെ വിൽക്കുമായിരുന്നു. അവരെ വിളിച്ചോണ്ട് പോരാമേ. പിന്നെ ഞങ്ങൾ ആ റോട്ടിലൂടെ നടക്കുവാണ്. ഞങ്ങൾ എന്ത് മേടിക്കാനാണ് നോക്ക്. കുറേ കമലിൻ്റെ സെലക്ഷനുകളുണ്ട്, നല്ല രസമായിരുന്നു. കുറേ കമ്മലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടക്കുക. കുറേ പാത്രങ്ങളും എല്ലാവർക്കും ഇവിടെ വരാൻ നല്ലതാണ്. കുറേ ഉണ്ട് പാത്രങ്ങളും. പിന്നെ സ്നാക്സ് കടകളാണ് കുറേ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോയി. ആദ്യത്തേതാണ് ഞങ്ങൾ ബബിൾ ഗമ്മിൻ്റെ ഐസ്ക്രീമും, എൻ്റെ ഏട്ടായി മഞ്ചിൻ്റെ ഐസ്ക്രീമും, പിന്നെ എൻ്റെ ഏച്ചി സ്ട്രോബെറി വാനിലയുടെ ഐസ്ക്രീമുമാണ് മേടിക്കുന്നത്. പിന്നെ ഞങ്ങൾ നടക്കുകയാണ്. കുറേ കളിപ്പാട്ടം കടയുണ്ട്, കുറേ സ്നാക്സ് കടയുണ്ട്, പലവിധ കടകളും ഉണ്ട്. പിന്നെ ഞങ്ങൾ പാനിപ്പൂരിയാണ് മേടിക്കാൻ പോയത്. പിന്നെ പാനിപ്പൂരി എൻ്റെ അമ്മമ്മ മേടിച്ചത് കോളിഫ്ലവറാണ്. ഞങ്ങൾ പാനിപ്പൂരിയാണ് മേടിച്ചേക്കുന്നത്. അമ്മമ്മയ്ക്ക് ടൊമാറ്റോ സോസ് ഒന്നും വേണ്ട, കോളിഫ്ലവർ തന്നെയായിട്ട് കഴിക്കാനാണ് അമ്മമ്മയ്ക്ക് ഇഷ്ടം. അപ്പം ഞങ്ങൾ പാനിപ്പൂരി മേടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയാണ് ആദ്യം കഴിക്കുന്നത്. ഞങ്ങൾ മലബാർ മേളയിൽ കയറി. നല്ല രസമായിരുന്നു. കുറേ ആൾക്കാർ മേടിക്കാനുണ്ട്, നല്ല രസമായിരുന്നു. പാട്ട് 1 കാണാത്ത ആൾക്കാർ പാട്ട് 1 കണ്ടിട്ടേ ഉള്ളൂ കാണാവുള്ളൂ കേട്ടോ. കുറേ മിഠായികളുണ്ട്, ജംസ്, അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ കഴിക്കാത്ത വിധം മിഠായികളാണ് അവിടെ. ഗോൾഡിൻ്റെയും പിന്നെ കുറേ കണ്ണിൻ്റെയും അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട്. കുട്ടികൾക്ക് വരാൻ നല്ലതാണ്, നല്ല രസമാണ്. കുറേ മിഠായികൾ. പിന്നെ പപ്പടമാണ്, പല തരങ്ങൾ പപ്പടം. പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പേന, പെൻസിൽ, അങ്ങനത്തെ സാധനങ്ങൾ. സ്റ്റിക്കറൊക്കെ ഉണ്ട്. പിന്നെ പെയിൻറ്റിപ്പ്, പേന്, പിന്നെ മുടി വളരാനുള്ള ഓയിലും, പിന്നെ ക്ലിപ്പ്, കമ്മല്, മാല. വെളിയിനേക്കാളും നല്ല രസമായിരുന്നു ഇവിടെ. വെളിയിനേക്കാളും കീച്ചേനൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ കുറേ കീച്ചനുണ്ട്, ബാഗുണ്ട്, നല്ല പലതരം ബാഗുണ്ട്. പിന്നെ പാനിപ്പൂരി ഒക്കെ ഉണ്ട്, നമ്മൾ കഴിച്ചായിരുന്നു. പിന്നെ ബബിൾ കൈ ആനയെക്കൂട്ടുണ്ട്. പിന്നെ അല്ലാത്ത കൈ പിടിച്ചുള്ളതും ഉണ്ട്. വാച്ചിന് 200, 150, 100 നല്ല വാച്ചുകളായിരുന്നു. പിന്നെ കപ്പുകൾ. പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോവാണ് വീട്ടിലോട്ടല്ല, ഞങ്ങൾ ഇച്ചിരി കൂടി നടന്ന് നോക്കാൻ പോവാം. എൻ്റെ അമ്മമ്മയാണ്. ഞങ്ങൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് ഇവിടെ മേടിക്കാൻ പറ്റില്ല. പിന്നെ കുറേ തുണികളുണ്ട്, നല്ല രസമാണ് ഗൈസ്.
വരാൻ പറ്റുന്ന ആൾക്കാർ വരണേ. ഇപ്പൊ നമ്മള് മാലേനെ കുറിച്ചൊക്കെ നോക്കുവാണ്. മാല, വള, അത് ഞാനാണ് നടക്കുന്നത്. പിന്നെ ഫ്ലവർ ഫേസിലൊക്കെ നോക്കുവാണ്. റെഡ് നല്ല ക്യൂട്ടാണ്. നമ്മളെ വീടിൻ്റെ ഒക്കെ വെക്കാൻ നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ്. പിന്നെ ഷോളൊക്കെയാണ് നല്ല റെഡ്, മഞ്ഞ, ബ്രൗണ്, അങ്ങനെ പലതരം ഷോളുണ്ട് അവിടെ. പിന്നെ കുറെ തുണികള്, പിന്നെ മാലയാണ്, അതിനൊക്കെ വലിയ പൈസയാണ്. എന്നോട് എൻ്റെ അമ്മ ചോദിച്ചു മാല വേണോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പോയി. തുണിയാണ്, പിന്നെ തുണിയാണ് കാണിക്കുന്നത്. 150 രൂപയുടെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സ്പൂണ്, പാത്രങ്ങള്, കുറെ പാത്രങ്ങളും സ്പൂണും പിന്നെ തുണികളും ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കത്രിക, പാത്രങ്ങള്, ചെരുപ്പ് വരെ ഉണ്ട്. എൻ്റെ അമ്മമ്മ അവിടുന്ന് ഒരു ചെരുപ്പ് മേടിച്ചു. കുറേ ആൾക്കാരുണ്ടായിരുന്നു ചുറ്റുമുണ്ട്. ചെരുപ്പ് കുറേ ഉണ്ടെന്ന് വെച്ച് കുറേ ഉണ്ട്, ഒരേ സൈസും. പിന്നെ ഞങ്ങൾ മേടിച്ചത് വെജിറ്റബിൾ ഇട്ട്, എനിക്കറിയില്ല അതിൻ്റെ പേര്, പക്ഷെ എന്നാലും നല്ല രുചിയായിരുന്നു. ഞാൻ കഴിച്ചില്ല, എനിക്കിഷ്ടമില്ല. എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് മേടിച്ചത്. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ്. 2 എണ്ണം മേടിച്ചു. പിന്നെ ഞങ്ങൾ ബ്ലോ പെൻ മേടിച്ചു. അപ്പൊ ഞങ്ങൾ കുറെ സാധനങ്ങൾ മേടിച്ചു. ഇതാണ് ഞങ്ങൾ കഴിക്കാൻ 2 സ്പൂൺ മേടിച്ചു എനിക്ക് വേണ്ടി. പക്ഷെ ഞാൻ തന്നെ നല്ല രുചിയായിരുന്നൊക്കെ പറഞ്ഞു. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അത് അത്രയും അടിച്ചിട്ടില്ല. ഞാനാണ് അവിടെ നിൽക്കുന്നത്. എനിക്ക് തിണങ്ങി നിൽക്കുവാണെങ്കിൽ കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ടെന്ന്. കളിപ്പാട്ടമല്ല, മറ്റേ അവൾക്ക് എൻ്റെ ചേച്ചിക്ക് ബ്ലോ പെൻ മേടിച്ചു കൊടുത്തു. അപ്പം എനിക്ക് വേണമെന്ന് പറഞ്ഞാണ് ഞാൻ വരച്ചുണ്ടാക്കി നിൽക്കുമായിരുന്നു. പിന്നെ കുറേ പേനകൾ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ്. കുറേ ബലൂൺസ് ആയിരുന്നു. കൊണ്ടോ 2 കുട്ടികൾ അവിടെ കിടക്കുമായിരുന്നു, കുഞ്ഞു കുട്ടികൾ. പിന്നെ ചട്ടികളാണ്. ചട്ടികള് കുറേ ചട്ടികളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വട ഞങ്ങൾ കഴിച്ചായിരുന്നു, പിന്നെ കഴിക്കുന്നത്. പിന്നെ ജ്യൂസാണ്. ഞങ്ങൾ ചട്ടിക്കകത്തിട്ട് മോരിട്ട് അതാണ് ഞാൻ കുടിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. അമ്മമ്മയ്ക്ക് മോതിരം അപ്പം മേടിച്ചു. എൻ്റെ ഏച്ചിയും അമ്മമ്മയാണ് അവിടെ നിൽക്കുന്നത്. മോതിരം നോക്കിക്കൊണ്ടിരിക്കുക 2 പേരും. ഞാനും നോക്കുമായിരുന്നു, പക്ഷെ എനിക്ക് വേണം. പിന്നെ ആ ചേട്ടൻ നിങ്ങളുടെ മുന്നിലേക്ക് പഞ്ചലോഹമോതിരത്തിന്റെ പ്രചരണം. ഈ പഞ്ചലോഹമോതിരത്തിന്റെ കൂടെ സന്യാസി ബാവ എനിക്കറിയില്ല. പിന്നെ കുറെ കളിപ്പാട്ടുണ്ട്. ക്യാൻഡി ഫ്ലവർ ഉണ്ടായിരുന്നു. ഞാൻ അത് മേടിക്കായിരുന്നു, പക്ഷെ അമ്മ പറഞ്ഞില്ല. ഞാൻ മേടിച്ചോളം പറഞ്ഞു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കാണിച്ചത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. ഇതെൻ്റെ ഏട്ടായി, അമ്മമ്മ, ഞാൻ, ചേച്ചി. ഞാനില്ലായിരുന്നു, ഞാനാ വീഡിയോ എടുക്കുന്നേ. എൻ്റെ അമ്മ നടക്കുവാണ്. ഞങ്ങൾ കഴിക്കാൻ കയറുവാണ്. ഒരു 9:30 ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പോൾ. അന്നപൂർണ ക്ലാസിക് വെജിറ്റേറിയൻ ആണ്, അവിടെയാണ് ഞങ്ങൾ കയറിയത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അമ്പലത്തിൽ വന്നിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും അമ്മമ്മയും സംസാരിക്കുന്നു. ഞാൻ അപ്പുറത്ത് ഞാൻ ഈ ഫ്രൈഡ് റൈസാണ് മേടിച്ചത്. എൻ്റെ ഏച്ചി ഇത് കണ്ടോ,
വെജിറ്റബിൾ ബിരിയാണി. ഇതിലോട്ട് പോയി എല്ലാവരും സബ്സ്ക്രൈബ്